നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. മെയ് 4 പുലർന്നപ്പോൾ ബംഗാളിൽ പലതും സംഭവിച്ചു. പഴയ ബംഗാൾ വീണ്ടും പശ്ചിമ ബംഗാളായി. ദീദി ഒറ്റപ്പെട്ടു. ജനം അവർ തൂത്തെറിഞ്ഞു. CPM-ന്റെയും കോൺഗ്രസ്സുകാരുടെയും അണികൾ തങ്ങളുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ തുറക്കാനുള്ള പുതിയ പൂട്ട് വാങ്ങി, തുറന്ന് പൂട്ടാനുള്ള. അങ്ങനെ ബംഗാളിൽ വന്ന് തുറക്കുകയും ചെയ്തു. അതെ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നാണെങ്കിൽ, 14 അർദ്ധരാത്രിയാണെങ്കിൽ പശ്ചിമ ബംഗാളിന് 2026 മെയ് 4 10 മണിയോടെ സ്വാതന്ത്ര്യം കിട്ടി അത് പ്രഖ്യാപിച്ചു. സുവന്തി അധികാരി മുഖ്യമന്ത്രിയായി. മമത നേരത്തെ പറഞ്ഞതുപോലെ 80-ലേക്ക് തകർന്നടിഞ്ഞു. മമത എന്ന മമത എന്ന് അവിടുത്തെ പത്രക്കാർ ഇപ്പോൾ വിളിക്കുന്നു, നാട്ടുകാരും വിളിക്കുന്നു. അഭിഷേക് ബാനർജിയുടെ അടക്കം, ശേഷാറിൻ്റെ അടക്കം സുരക്ഷ പിൻവലിച്ച് വീടടക്കം ഇടിച്ചു നിർത്തി. അങ്ങനെ സുവേന്ദു അധികാരി ഒരു ജൈത്രയാത്ര നടത്തുകയാണ്. അഴിമതിയെ തുടച്ചു നീക്കുക എന്ന് പറഞ്ഞാൽ മമതയെ അടക്കം തുടച്ചു നീക്കുക എന്നാണ് ബംഗാളിൽ ഇപ്പോഴത്തെ ഒരു വായ്പ. ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലായിടത്തും ഈ മമതാ ബാനർജി പഴയ പ്രൗഢിയൊന്നുമില്ല, ആക്രോശമില്ല, ബഹളമില്ല. ഇടയ്ക്ക് ചില പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ താഴെ ഇറങ്ങും, അതെ ഞാൻ താഴെ ഇറക്കും. ഈ നമ്മുടെ പാണ്ടി ലോറി വരുമ്പോൾ തവള ഇരുന്ന് തീർക്കുന്നത് പോലെ ഇപ്പോൾ ഒരു അനക്കവുമില്ല. മമത ശാന്തയല്ല, പക്ഷേ കൂടെ ആരുമില്ല. അഭിഷേക് ബാനർജി പോലും വളരെ ശരിയാണ്. അതായത് ബംഗാളിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് മമതയ്ക്ക് ഈ 80 MLA-മാർ പോലും മമതയെ പിന്തുണയ്ക്കാനില്ല എന്നാണ് കേൾക്കുന്നത്. അതായത് ഇപ്പോൾ ഈ സാധാരണ 2021 മമത ജയിച്ചു കഴിഞ്ഞപ്പോൾ BJP-യുടെ 77 MLA-മാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ വലിയ അക്രമങ്ങൾ അവിടെ അരങ്ങേറി. BJP പ്രവർത്തകരെ വേട്ടയാടി. ഔദ്യോഗിക കണക്കനുസരിച്ച് 31 പേരെ കൊലപ്പെടുത്തി. പക്ഷേ അനൗദ്യോഗിക കണക്കനുസരിച്ച് 54 പേരോ 53 പേരോ എന്തൊക്കെയാണ്. അതിലിപ്പോൾ പോലീസ് FIR എടുത്ത് 100 കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. കൊച്ചു കുട്ടികളെ വരെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. വലിയ അട്രോസിറ്റീസാണ് അന്ന് നടന്നത്. അത് എന്താ പറയുക, മമത അങ്ങ് അഴിച്ചു വിടുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ BJP പ്രവർത്തകരും മോശമൊന്നുമല്ല, അത്യാവശ്യം തിരിച്ചടിയൊക്കെ കൊടുക്കുന്നുണ്ട്. തങ്ങൾക്ക് കിട്ടിയത് പലിശ സഹിതം തിരിച്ചു കൊടുക്കുകയാണ് മമതയ്ക്ക്. പക്ഷേ ഇത്തവണ ഗുണ്ടകളൊക്കെ കൈവിട്ട് കളഞ്ഞു. മുമ്പ് CPM-ന്റെ ഗുണ്ടകളായിരുന്നല്ലോ, പിന്നീട് തൃണമൂലിന്റെ ഗുണ്ടകളായി മാറിയതും പിന്നീട് അവരൊക്കെ യഥാർത്ഥ മമത ആയിരുന്നു അറിഞ്ഞ് തിരിച്ചു പോയിരുന്നില്ലേ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഈ BJP പ്രവർത്തകർ പല സ്ഥലത്തും തൃണമൂലുമായിട്ട് ഏറ്റുമുട്ടലുണ്ട്. തൃണമൂലുകാർ ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്, ഇവരും അങ്ങോട്ട് പഴയ കണക്കുകൾ വീട്ടണമല്ലോ. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്, അവിടെ സംഘർഷമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ BJP ഒരു അഹിംസാ പാർട്ടിയൊന്നുമല്ല, അടിച്ചാൽ തിരിച്ചടിക്കും അവർ. അത് ഇന്ത്യ മുഴുവനും അങ്ങനെയാണ്. അവരുടെ സ്വഭാവം അടിസ്ഥാനപരമായിട്ട് ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കുക എന്ന ബൈബിൾ വചനമല്ല അവരുടെ ആദർശം. അടിച്ചാൽ തിരിച്ചടിക്കും. അത് BJP നന്നായിട്ട് കൊടുക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കൊടുത്തതിന് പകരം അതിന് തിരിച്ചു വാങ്ങണമല്ലോ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ മമത അവിടെ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ അവിടെ ഒരു അംബേദ്കർ പ്രതിമയുണ്ട്. ഇനി അത് കയറാൻ പറ്റില്ലല്ലോ. അല്ല, അകത്ത് അസംബ്ലിക്കുള്ളിൽ കയറാൻ പറ്റില്ല, പക്ഷെ നിയമസഭാ വളപ്പിൽ കയറാം, സെക്രട്ടേറിയറ്റ് വളപ്പിൽ കയറാം. അപ്പോൾ അവിടെ ഒരു അംബേദ്കർ പ്രതിമയുണ്ട്. ആ അംബേദ്കർ പ്രതിമയുടെ മുമ്പിൽ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. അപ്പം 100 കണക്കിന് 1000 തൃണമൂൽ പ്രവർത്തകർ അണിനിരക്കും, ബംഗാൾ സെക്രട്ടേറിയറ്റിനെ വിറപ്പിക്കും എന്നൊക്കെയാണ് മമത അനൗൺസ് ചെയ്തിരുന്നത്. 80 MLA-മാരും ഞാനും കൂടി അവിടെ വന്ന് നിരാഹാരം ഇരിക്കും എന്നൊക്കെ പറഞ്ഞാണ് മമത വലിയ കോളിളക്കം ഉണ്ടാക്കിയത്. പക്ഷേ വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ, അതായത് ഈ BJP സർക്കാരിനെതിരെ സർക്കാരിൻ്റെ ബുൾഡോസർ രാജുണ്ടല്ലോ, ഈ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക. ഇപ്പം നേരത്തെ രാജേഷ് ജി ചൂണ്ടിക്കാണിച്ചല്ലോ, അഭിഷേക് ബാനർജിയുടെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ പൊളിച്ചു കളഞ്ഞു, വീടിൻ്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ എതിരെ ഞാൻ ഇപ്പം ജയിച്ചു വന്ന് അവരെ അധികാരത്തിൽ കയറിയിട്ട് ദിവസങ്ങളേ ആയുള്ളൂ, ആഴ്ച ഒന്ന് പൂർത്തിയായതേ ഉള്ളൂ. പക്ഷെ അവർ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ മമതാ ദീദി ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത്. ഈ 80 MLA-മാരെയും കൊണ്ട് ഞാനിപ്പോൾ അവിടെ വന്ന് ബംഗാൾ സെക്രട്ടേറിയറ്റിനടുത്ത് മറിച്ച് കളയും,
പക്ഷെ അവിടെ വന്നപ്പോൾ സത്യത്തിൽ ഒരു 30 പേരാണ്, അതും ഈ MLA-മാർ അവിടെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ നിന്നു. ഏതാണ്ട് 45-ലധികം 50ഓളം MLA-മാർ ഇത് ബോയ്ക്കോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. മമതയുടെ ഈ പരിപാടി അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നതും കേട്ട് അവിടെ വന്ന് പോലീസിൻ്റെ അടികൊള്ളാനും ഇതിനൊന്നും ഞങ്ങളില്ല, നിയമസഭയ്ക്കുള്ളിൽ ഞങ്ങൾ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് മമതയുടെ ആ ഓർഡർ അവർ തള്ളിക്കളഞ്ഞു. പണ്ടാണെങ്കിലോ മമതയുടെ ഓർഡർ തള്ളിക്കളഞ്ഞാൽ ഒരു MLA-ക്ക് അതിനകത്ത് പോട്ടെ, ഒരു സാധാരണ തൃണമൂൽ പ്രവർത്തകൻ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഇന്നോ മമത ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഈ 30-35 MLA-മാർ അവർ അവിടെ വന്ന് നിന്നു. മമത വലിയ ഘോര പ്രസംഗം വന്നു. ഈ ആയിരക്കണക്കിന് തൃണമൂൽ പ്രവർത്തകരെന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പ്രക്ഷോഭത്തിന്. ആ പ്രക്ഷോഭം തന്നെ പൊളിഞ്ഞുപോയി എന്നാണ്. അപ്പോൾ ഈ ഇവർ വിശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ, അതായത് പ്രതിപക്ഷത്ത് പോയതിനു ശേഷമുള്ള ആദ്യ വലിയ തെരുവ് സമരം, ബംഗാൾ കൊൽക്കട്ടയുടെ തെരുവുകൾ ഞങ്ങൾ തൃണമൂലുകാരെ കൊണ്ട് നിറയ്ക്കും എന്നൊക്കെയാണ് മമത അനൗൺസ് ചെയ്തത്. പക്ഷെ ഒരു ചുക്കും സംഭവിച്ചില്ല. ഒരു തെരുവും ആർക്കും നിറയ്ക്കാൻ പറ്റിയില്ല. ഒരു 10 പേരെ തികച്ചൊരു തെരുവിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റിയില്ല. അതായത് പാർട്ടി പ്രവർത്തകരും മമതയെ കൈവിട്ടിരിക്കുന്നു. MLA-മാർ അവരുടെ തീട്ടൂരങ്ങൾ അനുസരിക്കുന്നില്ല, അവരുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഈ 80 MLA-മാരുടെ കാര്യം ഇതാണ്. ഇനി മറ്റൊരു വലിയ വിഷയമുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ അവിടുത്തെ നോർത്ത് 24 പർഗാനസ്, അത് ആ ജില്ല, അതുപോലെ തന്നെ അവിടുത്തെ 2 പ്രധാന നഗരസഭകളിലെ കൗൺസിലർമാർ കൂട്ടത്തോടെ രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരാണ്. നമുക്കറിയാം ഈ 24 പർഗാനസ്, നോർത്ത് 24 പർഗാനസ്, സൗത്ത് 24 പർഗാനസ്, ഇതൊക്കെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അവർ മമതയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. ഇനി അവരൊരു പക്ഷേ സ്വന്തമായിട്ട് പാർട്ടി വല്ലതും ഉണ്ടാക്കി മത്സരിച്ചേക്കാം, അല്ലെങ്കിൽ അവർ ഒവൈസിയുടെ പാർട്ടിയിൽ ചേരാം, അല്ലെങ്കിൽ ഹുമയൂൺ കബീറിൻ്റെ പാർട്ടിയിൽ ചേരാം, ചിലപ്പോൾ അവർ BJP-യുടെ കൂടെ നിൽക്കാം, നമുക്കറിയില്ല. എന്ത് സംഭവിക്കുക, രാഷ്ട്രീയമാണ്. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലും BJP-യുടെ MLA ജയിച്ചു വന്നിരിക്കുന്നു ബംഗാളിൽ. അപ്പോൾ ഈ പഴയ ആ മുസ്ലിം വിരുദ്ധമാണ് BJP എന്നൊക്കെ ഉള്ളതിനൊന്നും വലിയ വിലയൊന്നുമില്ല ഇപ്പോൾ. അതൊന്നും ഓടുന്നില്ല, ഉത്തരേന്ത്യയിൽ ഓടുന്നില്ല. കേരളത്തിൽ ഓടും, കാരണം പ്രബുദ്ധ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഇത് ഓടും. പക്ഷെ ഉത്തരേന്ത്യയിലൊന്നും ഇത് ഓടില്ല. കാരണം അവർക്കറിയാം സമാധാനമായിട്ട് ജീവിക്കാൻ ആരെ ജയിപ്പിക്കണോ അവരെ ജയിപ്പിക്കും. അത് BJP ആണെങ്കിൽ BJP, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, തൃണമൂലാണെങ്കിൽ തൃണമൂൽ. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വന്നിരിക്കുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫാൽത്ത അസംബ്ലിയിൽ റീപോളിംഗ് നടന്നു. അവിടെ മത്സരിച്ച തൃണമൂലിൻ്റെ ജഹാംഗീർ ഖാൻ 2 ദിവസം മുമ്പ് അനൗൺസ് ചെയ്തത് എന്താ? ഞാൻ പിൻവാങ്ങുകയാണ്, ഞാൻ തൃണമൂലിൽ നിന്ന് രാജിവെക്കുകയാണ്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണ്ട, പരസ്യമായിട്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് ആർക്കെതിരെയാണ്? മമതയ്ക്കെതിരെയാണ്. MLA-മാർ, പാർട്ടി നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ ഒക്കെ വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ കേരളത്തിൽ കാരണഭൂതനും ക്യാപ്റ്റനും ആയ പിണറായി വിജയനെതിരെയാണ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും പാർട്ടിക്കാർ, ജനങ്ങളല്ല, പാർട്ടിക്കാർ. രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് നമുക്ക് കണക്കിലെടുക്കണ്ട, പിന്നെ ജനങ്ങൾ പറയുന്നതും കണക്കിലെടുക്കണ്ട. പാർട്ടി പ്രവർത്തകർ, പാർട്ടി അണികൾ, പാർട്ടി കേഡറുകൾ പറയുകയാണ് പിണറായി വിജയൻ ഈസ് ദ കൾപ്രിറ്റ്. ഈ പിണറായി വിജയനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഇതിൻ്റെ ഈ തോൽവിയുടെ കാരണം പിണറായി വിജയനാണ്, കുറ്റവാളി പിണറായി വിജയനാണ്. പിണറായി വിജയൻ തന്നെ ഇത് ഏറ്റെടുക്കണം എന്ന് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ശബ്ദമുയർന്നിരിക്കുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇത് ഈ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുന്നൊന്നും വന്നില്ല. പക്ഷേ എല്ലാ ജില്ലാ കമ്മിറ്റികളും പിണറായിയുടേതാണ്. പിണറായി പറഞ്ഞ ആൾക്കാരെ വെച്ചിട്ടുള്ളൂ. പിണറായിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളും ആ ജില്ലാ കമ്മിറ്റിയിലേക്ക് കടന്നു വന്നിട്ടില്ല. അതേ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതിന് താഴോട്ട് ഏരിയ കമ്മിറ്റിയിൽ വന്നപ്പോൾ അതിരൂക്ഷമായിട്ട് അവിടുന്ന് ആദ്യമായിട്ട് പിണറായിയുടെ പേര് പറഞ്ഞ് ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താണെന്നുള്ളത് ഭഗവാൻ തന്നെ അറിയാം. ഇരിക്കട്ടെ, ഇവിടെ ഇതുപോലെയാണ് മമതയുടെ അവസ്ഥയും. നോക്കൂ, 3 മുഖ്യമന്ത്രിമാരുടെ അടുത്താണ് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞത് ജനം. 1 പിണറായി വിജയൻ, 2 സ്റ്റാലിൻ, 3 മമത. അതിൽ 2 പേര് തോറ്റ് തൊപ്പിയിട്ടു അല്ലേ? ഒരാൾ കഷ്ടിച്ച് ജയിച്ചു. പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ് നിയമസഭയിൽ
പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള യോഗമുണ്ട്. ഈ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു, അതാണ് അവസ്ഥ. വളരെ ശരിയാണ്. ജയിച്ചതിനൊക്കുമേ തോറ്റ മട്ടിലും എന്നുള്ള അവസ്ഥയിലേക്ക് പിണറായി. അതെ, നല്ല ഊഹമാണ് അത്. അപ്പോൾ ഈ ഞാൻ ബംഗാളിലേക്ക് വരാം. അപ്പോൾ മമതയുടെ ചീട്ട് കീറിയിരിക്കുകയാണ്. മമതയുടെ കൂടെ ഈ MLA-മാർ, ഈ 80 MLA-മാർ എത്ര ദിവസം നിൽക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബംഗാളിലെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉയർത്തുന്നത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, ബംഗാളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, ഞാനതാണ് ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് പല മെസ്സേജുകൾ അവിടുത്തെ പല ആൾക്കാരും തരുന്നുണ്ട്. ഈ അവർ പറയുന്നത് ഇപ്പം നിയമസഭാ കക്ഷി, അതായത് മമത സെക്രട്ടേറിയറ്റിനകത്ത് നിന്നാണല്ലോ, നിയമസഭാ മന്ദിരത്തിന് അവിടെ ചെന്നാണല്ലോ ഈ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാൻ ശ്രമിച്ചത്. ചീറ്റിപ്പോയി. അപ്പോൾ പക്ഷേ ഈ മാറി നിന്ന സാമാജികർ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് സഭയ്ക്കകത്തൊരു പ്രതിപക്ഷ നേതാവുണ്ട്, ഇനി ദീദി റോളും ഇല്ല, ഞങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട്, ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് 5 വർഷം ഞങ്ങളിവിടെ നിന്നോളാം. കാരണം ഇവരിൽ പലർക്കും ഇനിയും MLA ആയാൽ കൊള്ളാമെന്ന്. അല്ല, അതങ്ങനെയാണെന്നേ. നമ്മൾ ഈ അധികാരം എന്ന് പറഞ്ഞൊരു വലിയ ലഹരിയാണ്, വല്ലാത്ത ലഹരിയാണ്. അതും രാജ്യത്തിന്റെ നുണഞ്ഞവർ, അതും രാജ്യത്തിന്റെ ഒരു അതിർത്തി സംസ്ഥാനത്ത്. അതെ അതെ അതെ, നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തിയല്ല, ഇത് ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തിയാണ്, രാജ്യ അതിർത്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലഹരി വല്ലാത്തതാണ്. അതിനെ വിട്ടു പോകാൻ, അത് വേണ്ടെന്ന് വെക്കാൻ ആരും തയ്യാറാവില്ല. നമ്മൾ പോലും ഒരു അധികാരസ്ഥാനത്ത് കയറിക്കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ, പറഞ്ഞ വലിയ ഉദ്യോഗസ്ഥർ ഒക്കെ എല്ലാം എടുത്തോളൂ, അവരാ അധികാരത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ മത്ത്, അതങ്ങനെ അനുഭവിച്ച് ആനന്ദിച്ച് ഇനി അത് നടക്കില്ല. അത് മമതയ്ക്കും നടക്കില്ല, സ്റ്റാലിനും നടക്കില്ല, പിണറായി വിജയനും നടക്കില്ല. വളരെ വ്യക്തമായി. ഈ പൂച്ച എലിയെ പിടിക്കുന്നുണ്ടല്ലേ, എലിയെ പിടിച്ച് വെക്കും, വാലയിൽ നഖം കൊണ്ട് അമർത്തി പിടിക്കും. ഈ എലി അങ്ങോട്ട് ഓടാൻ നിൽക്കും, പൂച്ച ഒരു തട്ട് കിട്ടും, അപ്പോൾ എലി തിരിച്ചിങ്ങോട്ട് വരും. അപ്പം അങ്ങനെ കേന്ദ്രം ഇതേപോലെയാണ് മമതയെ കൊണ്ടുവരുന്നത്. അതായത് എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ 1-2 വർഷം മുമ്പേ പറഞ്ഞു പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വരാൻ പോകുന്നു, മമതയെ. അല്ല, അങ്ങനെ ഞാൻ തന്നെ ചില വീഡിയോകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അത്രത്തോളം സംഘർഷങ്ങളുണ്ടായി, അത്ര കൊലപാതകങ്ങൾ നടന്നു. ഈ RG-കർ മെഡിക്കൽ കോളേജിലെ ആ സംഭവം വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് അവിടെ ഉണ്ടാക്കിയത്. ജെൻസി മുഴുവനും തെരുവിലായിരുന്നു. അത് അവരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഒരു ശരിയായ കാരണമുണ്ടെങ്കിൽ, ശരിയായ അനീതി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ചെറുപ്പക്കാർ പ്രതികരിക്കും. ഇന്ത്യയിൽ അവർ രാഷ്ട്രീയ ഭേദമന്യേ പ്രതികരിക്കും. അതാണ് ബംഗാളിൽ കണ്ടത്. അത് ഈ വെറും ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലുകയായിരുന്നില്ല, അതിൻ്റെ പുറകിൽ ഒരു വലിയ ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു, വലിയ ഗൂഢാലോചന നടന്നിരുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നേ. അതുകൊണ്ടാണ് ജനം ഇത്ര ദാരുണമായൊരു തോൽവി, അങ്ങനെ തന്നെ പറയണം. ഈ പറഞ്ഞതുപോലെ പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ അന്ന് രാഷ്ട്രീയ വന്നിരുന്നെങ്കിൽ വലിയ താരപരിപാടി, ഒരു പക്ഷേ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ മമത എരവാദം മുഴക്കി വീണ്ടും ജനത്തെ പറ്റിച്ച് ജനത്തിന് മുന്നിലേക്ക് മമതയെ നരേന്ദ്രമോദിയും ഇട്ടുകൊടുക്കും, വലിച്ചു കീറി നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല, ഒന്നും പറയാനുമില്ല, ഞങ്ങൾ ഫെഡറൽ സംവിധാനത്തെ തകർത്തു എന്ന് മാത്രം. അതാണ് യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയ. ശരിയായ പൊളിറ്റിക്കൽ ഗെയിമാണ്, രാഷ്ട്രീയ കളിയാണ്. അത് മോദിയും അമിത്ഷായും വളരെ ക്ഷമയോടെ, അവിടുത്തെ BJP പ്രവർത്തകർ, സുവേന്ദു അധികാരി, അതുപോലെ മറ്റ് നേതാക്കളൊക്കെ അവർ വളരെ തന്ത്രപൂർവം ഈ മമതയെ കൊണ്ടുവന്ന് നേരെ ഈ പൂച്ചയ്ക്ക് മുന്നിൽ എലിയെ ഇട്ട് കൊടുക്കുന്ന പോലെ, ഈ പാമ്പിൻ്റെ മുമ്പിൽ തവള ഇട്ട് കൊടുക്കുന്ന പോലെ, വിഴുങ്ങാൻ ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുത്തു. അത് ജനം അതിനെ അടുത്ത് പെരുമാറിക്കളഞ്ഞു. ഇനി മമതയെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ള 80 MLA-മാർ മമതയോടൊപ്പം നിൽക്കുമോ, അതോ അത് പിളർന്ന് BJP-യിലേക്ക് പോകുമോ, അതോ കോൺഗ്രസിലേക്കോ CPM-ലേക്കോ പോകുമോ, ഈ ഒരു ചോദ്യം അവിടെ ഇപ്പോൾ ഉയർന്നു. രാഷ്ട്രീയത്തിൽ നേരൊന്നൊരു കാര്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം മമത ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ട് രാഹുൽ ഗാന്ധി അടക്കം ചതിച്ച വ്യക്തിയാണ്. അതെ, രാഹുൽ ഗാന്ധിയെ തേച്ചത് മമതയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണിയിലെ 4 നട്ടുകളിൽ ഒരെണ്ണം മമതയാണ് ഇളകിക്കൊണ്ടുപോയത്. കാരണം മമത അന്ന് കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് തനിക്ക് മമത എന്തായാലും അവിടെ അധികാര കൊതിയാണ്, തനിക്ക് ഇന്ത്യ മുന്നണിയുടെ എന്താ ലക്ഷ്യം വെച്ച് ഭാവിയിൽ BJP-യെ തകർത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുക. അതായത് മമത, അഖിലേഷ്, സ്റ്റാലിൻ, ഇങ്ങനെ കുറച്ച് പേര് ഒരുമിച്ച് കൂടി വന്നാൽ ഒരു സംഖ്യ വോട്ടുണ്ടാവും. കാരണം UP-യിൽ 80 സീറ്റുണ്ട്,
ഇവിടെ 42 സീറ്റോ, ലക്ഷ്യം അത് പ്രതിപക്ഷ നേതാവാകുകയായിരുന്നു. അതെ, തമിഴ്നാട്ടിൽ 39 സീറ്റ്, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അപ്പോൾ പിന്നെ കോൺഗ്രസിന് നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും മോദി ഒന്ന് ഇറക്കിയാൽ മതി കോൺഗ്രസിന്, അപ്പോൾ ഞങ്ങൾ പിന്തുണയ്ക്കാം. അതെ, പക്ഷെ ഭാഗ്യത്തിന് പണ്ടേ രാഹുൽ ഗാന്ധിയെ പറഞ്ഞു പഠിപ്പിച്ചത്, മകനെ പ്രമാണം വീട്ടിലിരിപ്പുണ്ട്, സോണിയാഗാന്ധി പറഞ്ഞു പഠിപ്പിച്ചത് ഇന്ത്യ നിങ്ങളുടേതാണ് അല്ലേ, നമ്മുടെ കുടുംബത്തിൻ്റെതാണ് ഈ സർക്കാർ. അതൊക്കെ രാഹുലിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. വില്ലിംഗ്ടൺ പ്രഭുവൊക്കെ വന്നിട്ട് വന്ന് നേരിട്ട് കൊണ്ട് കൊടുത്ത ഈ അച്ചാരം കൊടുത്തതുപോലെയാണ്. അങ്ങനെയാണ് മൗണ്ട് ബാറ്റൻ പ്രഭുവൊക്കെ വന്ന് നേരിട്ട് ഇനി നിങ്ങൾക്കുള്ളതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആ തിട്ടൂരം കൊടുത്തിട്ട് അവര് രാജ്യം വിട്ടു. പക്ഷെ അത് ഇന്ത്യയിലെ ജനങ്ങളല്ലെന്ന് ബോധ്യപ്പെടില്ല. അപ്പൊ ആ ഒരു ബോധം, ഒരു മൂഢബോധമാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ മനസ്സിലത് കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ വളർന്ന് വന്നത് കൊണ്ട് രാഹുൽ ഗാന്ധി പിടി വിട്ടുകൊടുത്തില്ല, പ്രതിപക്ഷ നേതാവായിട്ട് നിന്നു. മമതയെ സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഒപ്പം നിർത്തിയോ എന്ന് ചോദിച്ചാൽ ഒപ്പം നിർത്തി. പക്ഷെ മമതയാണ് തുടക്കത്തിലെ ചതിച്ചത് ഇന്ത്യ മുന്നണിയെ. പിന്നീട് അങ്ങോട്ട് ബീഹാറിലും യു പിയിലൊക്കെ ഒക്കെ അവിടെയൊക്കെ ചെന്നപ്പോൾ മമത എന്ത് കാണിച്ചു, ആ കീഴ്വഴക്കത്ത് സ്റ്റാലിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും, സ്റ്റാലിനും നമ്മുടെ പിണറായി. സ്റ്റാലിൻ നേരെ തിരിച്ചായിരുന്നു. അതെ, കോൺഗ്രസിനെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കോൺഗ്രസിനെ മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു, 5 MLA ഉണ്ടാക്കി കൊടുത്തു. അവർ സ്റ്റാലിനെ പറ്റിച്ചു. അല്ല അത് പോട്ടെ. ഇപ്പം മമത ഈ പറഞ്ഞതുപോലെ തൃണമൂല് പിളരുമോ എന്നുള്ളൊരു ചോദ്യം ബംഗാളിൽ നിന്ന് വളരെ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ആ പാർട്ടി തകർന്ന് തരിപ്പണമായി. ഇനിയും ഈ തൃണമൂലിൽ തുടർന്നാൽ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കൈക്കരുത്ത് എന്താ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. ഒന്നുകിൽ തൃണമൂല് പിളർന്ന് വേറെ കക്ഷിയാകും, അല്ലെങ്കിൽ മമത പുറത്താകും. അതിനും സാധ്യതയുണ്ട്. മമതയെ പുറത്താക്കാൻ യഥാർത്ഥത്തിൽ അവര് കുറച്ചുപേര് പാർട്ടി പിടിച്ചെടുത്തുകൊണ്ട് മമതയെ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മമതയാണ് തൃണമൂൽ കോൺഗ്രസിന് ബീജാവാപം ചെയ്തത്. മമത തന്നെയാണ്. അത് മമത സ്വയം വരുത്തി വെച്ചതാണ്. എന്തായാലും നമുക്ക് ബംഗാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. ഒരു പക്ഷേ വരുന്ന ഏതെങ്കിലും ഒരു പ്രഭാതം പൊട്ടി വിടരുന്നത് ബംഗാളിൽ തൃണമൂല് പിളർന്നു, മമതയെ പുറത്താക്കി, പാർട്ടി പിടിച്ചെടുത്തു, അല്ലെങ്കിൽ MLA BJPക്കൊപ്പം പോയി എന്നൊക്കെയുള്ള വാർത്തയായിരിക്കും.